ബിബിസിയുടെ ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിച്ചു. ആദായ നികുതി ലംഘനത്തിന്റെ പേരിലുള്ള തുടർച്ചയായ നടപടിയുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഇന്ത്യൻ ജീവനക്കാർ സ്ഥാപിച്ച പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് പ്രസിദ്ധീകരണ ലൈസൻസ് കൈമാറിയെന്നും കളക്ടീവ് ന്യൂസ് റൂം വഴിയാകും പ്രവർത്തനങ്ങളെന്നും ബിബിസി അറിയിച്ചു. 2002 ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി സംപ്രേഷണം ചെയ്തതിന് പിന്നാലെയാണ് നരേന്ദ്രമോദി സർക്കാർ ബിബിസിയെയും വേട്ടയാടാൻ ആരംഭിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു 2002 ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി ബിബിസി സംപ്രേഷണം ചെയ്തത്. ഇതാ മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററിയുടെ സംപ്രേഷണം കേന്ദ്ര സർക്കാർ വിലക്കി. ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിയുടെ പങ്ക് മറയില്ലാതെ വിവരിക്കുന്ന ഡോക്യുമെന്ററി ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. പിന്നാലെ ആദായ നികുതി വകുപ്പ് ബിബിസിയുടെ മുംബൈ, ദില്ലി ഓഫീസുകളിൽ കയറിയിറങ്ങി. മണിക്കൂറോളം റെയ്ഡും വൻതുക പിഴയും ചുമത്തി. 1 വർഷമായി പ്രതികാര നടപടി തുടരുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലെ ന്യൂസ് റൂമുകൾ അടയ്ക്കാൻ ബിബിസിയുടെ തീരുമാനം. പ്രസിദ്ധീകരണ ലൈസൻസ് ഇന്ത്യൻ ജീവനക്കാർ സ്ഥാപിച്ച പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് കൈമാറിയതായും ബിബിസി അറിയിച്ചു. അടുത്തയാഴ്ച മുതൽ ബിബിസി മുൻ ജീവനക്കാർ ചേർന്ന് കളക്ടീവ് ന്യൂസ് റൂം ആരംഭിക്കും. കളക്ടീവ് ന്യൂസ് റൂം വഴിയാകും ബിബിസിയുടെ ഇന്ത്യയിലെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ. കളക്ടീവ് ന്യൂസ് റൂം കമ്പനിയുടെ 26% ഓഹരികൾക്കായി ബിബിസി സർക്കാരിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. മറ്റൊരു സ്ഥാപനത്തിന് പ്രസിദ്ധീകരണ ലൈസൻസ് കൈമാറുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്നും മാധ്യമ പ്രവർത്തനത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും ബിബിസി പ്രതികരിച്ചു. 1940 മെയ് മാസത്തിലാണ് ബിബിസി ഇന്ത്യയിൽ സംപ്രേഷണം ആരംഭിച്ചത്. ഹിന്ദി, ഗുജറാത്തി, മറാഠി, പഞ്ചാബി, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിലാണ് ബിബിസി ഇന്ത്യയിൽ പ്രവർത്തിച്ചത്. 200ഓളം ജീവനക്കാരുണ്ടായിരുന്ന ബിബിസിയുടെ ഇന്ത്യൻ ന്യൂസ് റൂം ബ്രിട്ടന് പുറത്തുള്ള സ്ഥാപനത്തിലെ ഏറ്റവും വലിയ ന്യൂസ് റൂമായിരുന്നു. കഴിഞ്ഞ വർഷം മോദി സർക്കാരിനെ നിരന്തരം വിമർശിക്കുന്ന മറ്റൊരു മാധ്യമ സ്ഥാപനമായ ന്യൂസ് ക്ലിക്ക് ഓൺലൈനിന് നേരെയും റെയ്ഡും അറസ്റ്റും ഉൾപ്പെടെ നടന്നിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.